മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാ. ശാലയും പണി ചെയ്ത് സരയൂ തീരത്തിങ്കൽ ഭൂലോകപതി യാഗം ദീക്ഷിച്ചാനതു നേരം. പ്രണാമ മഹർഷി. അങ്ങേ പോലൊരു മഹാഋഷി വരൻ ഇരുന്നരുളുന്ന അയോധ്യയിൽ യജ്ഞാചാരനായി എന്നെ ക്ഷണിച്ചതിന്റെ അർത്ഥമാണ് ഇവിടെ വന്ന നാൾ തൊട്ട് ഞാൻ ചിന്തിക്കുന്നത്. ഇന്ദ്രകോപത്താൽ വരണ്ടുണങ്ങിയ അംഗരാജ്യത്തിൽ മഴ പെയ്ച്ച അങ്ങയുടെ കീർത്തി, അതാണ് അടിസ്ഥാനം. അനപത്യ ദുഃഖം കൊണ്ട് നീറിപ്പോയ അയോധ്യാധിപന് പുത്രോൽപത്തിയുടെ മഴ ചൊരിയുവാൻ അങ്ങേക്കേ സാധിക്കൂ എന്ന് നാം ചിന്തിച്ചു. നമ്മുടെ നിർദ്ദേശപ്രകാരമാണ് മഹാരാജാവ് അങ്ങയെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയത്. നമ്മുടെ മനസ്സിൽ ആനന്ദം കളിയാടുകയാണ് മഹർഷി. അയോധ്യ മഹാരാജ്യത്ത് നിത്യാനന്ദം പകർന്നുകൊണ്ട് നമുക്ക് സൽപുത്രൻ പിറക്കുമെന്ന് സ്വപ്നദർശനമുണ്ടായിരിക്കുന്നു. നന്ന്. അശ്വമേധയാഗം ശുഭകരവും ഫലദായകവുമായി എന്ന് നാം മനസ്സിലാക്കുന്നു. ഇതാ യാഗശാലയിൽ പുത്രകാമേഷ്ടി അതിന്റെ ഫലപ്രാപ്തിയോടെടുക്കുന്നു. തീർച്ചയായും അയോധ്യാധിപന് അനന്തരാവകാശികൾ പിറക്കും. അതിനുള്ള ദൈവനിയോഗം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. വരൂ. ദശരഥ മഹാരാജാവേ, നാം ബ്രഹ്മദൂതനാണ്. പ്രജാപതിയായ ബ്രഹ്മദേവൻ അങ്ങയുടെ പുത്രശോകത്തിന് പരിഹാരം കാണാൻ നമ്മെ അയച്ചിരിക്കുകയാണ്. അങ്ങേക്കു നമസ്കാരം. പറയൂ, എന്താണ് ഞാനിതിൽ ചെയ്യേണ്ടത്? രാജൻ, അങ്ങയുടെ യാഗത്തിലും പൂജകളിലും ദേവന്മാർ പ്രസാദിച്ചു കഴിഞ്ഞു. അതിൻ്റെ സദ്ഫലം അങ്ങയ്ക്ക് സിദ്ധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ദൈവദത്തമായ ദിവ്യപായസമാണിത്. ഇത് അങ്ങയുടെ പ്രിയ ഭക്തിമാർക്ക് നൽകണം. ഇതിലൂടെ അവർക്ക് വംശരക്ഷകരായ പുത്രന്മാർ ജനിക്കും. തഥാസ്തു. വരൂ, ഇതാ അയോധ്യയുടെ സ്വപ്ന സാഫല്യത്തിന് ദൈവദത്തമായി ലഭിച്ച പായസം. ആര്യപുത്ര, ഇത് കോസലത്തിൻ്റെയും ഭാവി പുണ്യത്തിൻ്റെയും ദൈവസമ്മാനമായിട്ടാണ് നാം കവരുന്നത്. വരൂ, ഇത് നിങ്ങൾക്കുള്ളതാണ്. ഞാൻ തന്നെ പകുത്തു നൽകാം. രഘുവംശത്തിന്റെ പുണ്യം തന്നാലും മഹാരാജൻ. അയോധ്യയുടെ സ്വപ്നം സഫലമാകട്ടെ. ദൈവനിയോഗം സാർത്ഥകമാകട്ടെ.